പകൽ വാർത്ത ആരംഭിക്കുന്നു. തലക്കെട്ടുകൾ. തിരുപ്പിറവിയുടെ പ്രത്യാശയിൽ ലോകം. ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിൽ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി. Father, we still our hearts before you on this Christmas morning. We give you thanks for the gift of your only Son, Jesus, who came as a Savior to save us from our sins. കേരളത്തിലും തിരുപ്പിറവി ചടങ്ങുകൾ. ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി സഭാ തലവന്മാർ. ഡി-മണിയെ കണ്ടെത്തിയതോടെ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം നിർണായക ഘട്ടത്തിൽ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്താനും ആസൂത്രണം നടത്തിയെന്ന് സൂചന. മണിയെ വിശദമായി ചോദ്യം ചെയ്യുന്നു ഇടനിലക്കാരൻ വിരുദ്നഗർ സ്വദേശി ശ്രീകൃഷ്ണൻ. ഡോക്ടർ നിജീസ് ജസ്റ്റിൻ തൃശൂർ കോർപ്പറേഷൻ മേയറാകും. തിരുവനന്തപുരത്തെ BJP മേയർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന്. ശ്രീലേഖയ്ക്ക് കൂടുതൽ സാധ്യത. തിരുവനന്തപുരം കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞയിൽ ചട്ടലംഘനം ആരോപിച്ച് LDF ഹൈക്കോടതിയിലേക്ക്. ആലപ്പുഴ ചാരുമൂട്ടിൽ കരോൾ സംഘങ്ങൾ ഏറ്റുമുട്ടി. സ്ത്രീകളടക്കം നിരവധി പേർക്ക് പരിക്ക്. തല്ല്. 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന്. BNP നേതാവ് താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിൽ മടങ്ങിയെത്തി. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരം ലക്ഷ്യം. കലാപത്തിന് ശമനമില്ലാതെ ബംഗ്ലാദേശ്. ഇന്ത്യയുമായുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നീക്കം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പ്രത്യാശയുടെ തിരുപ്പിറവി. സ്നേഹത്തിന്റെ ശാന്തിദൂതുമായി ബത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ മിശിഹ പിറന്ന മഹത്തായ ദിനം വന്നെത്തി. ക്രിസ്തുമസിനെ വരവേൽക്കാൻ ആഘോഷങ്ങളുടെ തിരക്കിലാണ് ലോകമെങ്ങും. വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ലിയോ 14 മാർപ്പാപ്പ വിശ്വാസ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. 2 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ബെത്ലഹേമിൽ യേശു ജനിച്ചുവെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന നഗരമായ മാങ്കർ സ്ക്വയറിൽ ആഘോഷങ്ങൾ നടന്നു. യേശു ജനിച്ചുവെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന നഗരമായ മാങ്കർ സ്ക്വയറിൽ കഴിഞ്ഞ 2 വർഷമായി ക്രിസ്മസ് ആഘോഷങ്ങൾ റദ്ദാക്കിയിരുന്നു. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന് അയവ് വന്നതോടെ ഇത്തവണ ആയിരക്കണക്കിന് ആളുകൾ മാങ്കർ സ്ക്വയറിൽ ഒഴുകിയെത്തി. കൂറ്റൻ ക്രിസ്മസ് ട്രീയും ഘോഷയാത്രയും ഗാനാലാപനങ്ങളും പ്രാർത്ഥനകളുമൊക്കെയായി ഗംഭീരമായി ക്രിസ്മസ് ആഘോഷം. ഗാസയിലെ സമാധാനത്തിനുള്ള ആദരസൂചകമായി അവശിഷ്ടങ്ങളും മുള്ളുവേലികളും കൊണ്ട് ചുറ്റപ്പെട്ട കുഞ്ഞ് യേശുവിന്റെ ജനനരംഗം മാങ്കർ സ്ക്വയറിൽ പ്രദർശിപ്പിച്ചു. ജെറുസലേമിൽ നിന്ന് ബത്ലഹേമിലേക്കുള്ള പരമ്പരാഗത ഘോഷയാത്രയും സംഘടിപ്പിച്ചു. ഉന്നത കാത്തോലിക്ക നേതാവായ കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബെല്ല വെളിച്ചം നിറഞ്ഞ ഒരു ക്രിസ്മസ് ആഹ്വാനത്തോടെ ഈ വർഷത്തെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. മാങ്കർ സ്ക്വയറിൽ എത്തിയ പിസബെല്ല ഗാസയിലെ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള ആശംസകളും അറിയിച്ചു. അതേസമയം വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ലിയോ 14 മാർപ്പാപ്പ വിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്തു. പാവപ്പെട്ടവനെ നിന്ദിക്കുന്നത് ദൈവത്തിനെ നിന്ദിക്കുന്നതിന് തുല്യമെന്നാണ് വിശ്വാസി സമൂഹത്തോടുള്ള മാർപ്പാപ്പയുടെ സന്ദേശം. Buonasera, benvenuti tutti. Bienvenidos. Tante grazie per venire qui questa sera anche in questo clima. Vogliamo celebrare insieme la festa di Natale. Gesù Cristo che è nato per noi ci porta la pace, ci porta l'amore di Dio. Tanti auguri a tutti voi.
seguite la celebrazione negli schermi. Dio vi protegga e benedica tutte le vostre famiglie. Nel nome del Padre e del Figlio e dello Spirito Santo. Amen. Tanti auguri a tutti. യേശുക്രിസ്തു എന്തുകൊണ്ടാണ് കാലിത്തൊഴുത്തിൽ ജനിച്ചത് എന്ന് ചിന്തിച്ചാൽ ദൈവം എല്ലായിടത്തുമുണ്ടെന്ന് മനസ്സിലാകും. കുടിയേറ്റക്കാരെയും പാവപ്പെട്ടവരെയും എന്നും ചേർത്തു നിർത്തണമെന്നും സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തടിച്ചുകൂടിയ ആയിരങ്ങളെ സാക്ഷിയാക്കി മാർപ്പാപ്പ വിശ്വാസി സമൂഹത്തോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷൻ സന്ദർശിച്ചു. പ്രാർത്ഥനാ ചടങ്ങുകളിലും അദ്ദേഹം പങ്കെടുത്തു. സന്ദർശിച്ചുള്ള ക്രൈസ്തവ നയതന്ത്രം തുടരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2023 ഈസ്റ്റർ ദിനത്തിൽ ഡൽഹി സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ, കഴിഞ്ഞ വർഷം കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനത്തെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ, ഇത്തവണ സന്ദർശിച്ചത് ഡൽഹിയിലെ കത്തീഡ്രൽ ഓഫ് റിഡംഷനിൽ. രാവിലെ 8:30 കത്തീഡ്രലിലെത്തിയ പ്രധാനമന്ത്രി ശുശ്രൂഷകളിൽ നേരിട്ട് പങ്കെടുത്തു. Father, we still our hearts before you on this Christmas morning. We give you thanks for the gift of your only Son, Jesus, who came as a Savior to save us from our sins. മോദിക്കായി പ്രത്യേക പ്രാർത്ഥനയും നടന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രധാനമന്ത്രിക്ക് ബിഷപ്പ് ബൈബിൾ സമ്മാനിച്ചു. പ്രധാനമന്ത്രിക്ക് പുറമെ BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയും സിവിൽ ലൈൻസിലെ ദേവാലയത്തിൽ സന്ദർശനം നടത്തി. സമീപത്തെ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങളിലും നഡ്ഡ ഭാഗമായി. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണം തുടരുന്നതിൽ ക്രൈസ്തവ സഭകൾ കടുത്ത ആശങ്ക രേഖപ്പെടുത്തുന്നതിനിടെയാണ് മോദിയുടെ ദേവാലയ സന്ദർശനമെന്നതും ശ്രദ്ധേയമാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്തും വിപുലമായി ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. സിറോ മലബാർ സഭ ആസ്ഥാനമായ മൗണ്ട് സെയിന്റ് തോമസിൽ നടന്ന ചടങ്ങുകൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. 2025 ക്രിസ്മസ് നമുക്ക് വളരെയേറെ പ്രത്യേകതയുള്ള ഒരു ക്രിസ്മസ് ആണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ 2025 ജൂബിലി വർഷത്തെ വിളിച്ചത് പ്രത്യാശയുടെ ജൂബിലി എന്നാണ്. മാർപ്പാപ്പ തന്നെ തെരഞ്ഞെടുത്ത മുദ്രാവാക്യം പ്രത്യാശയുടെ പ്രവാചകന്മാരും പ്രേക്ഷിതരുമാകുവാനുള്ള ആഹ്വാനമായിരുന്നു. ഈ വർഷത്തെ ക്രിസ്മസ് കൊണ്ടാടുമ്പോൾ ഈ നൂറ്റാണ്ടിലെ കാൽഭാഗം നമ്മൾ പിന്നിടുകയാണ്. ഈ നൂറ്റാണ്ടിലെ ആദ്യത്തെ 25 വർഷങ്ങൾ നമ്മൾ ദൈവത്തിന് മുൻപിൽ കൂപ്പുകരങ്ങളോടെ നന്ദിയോടെ നിൽക്കുകയാണ്. പ്രത്യാശയുടെ പ്രവാചകന്മാരെ പ്രേക്ഷിതരെ എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്മസ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ പദ്ധതികളോട് മനുഷ്യൻ കാണിക്കുന്ന സന്മനസ്സാണ്, മനുഷ്യൻ നൽകുന്ന സഹകരണമാണ്. ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുടെ കാർമ്മികത്തിലായിരുന്നു പാളയം സെയിന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിലെ തിരുകർമ്മങ്ങൾ. വിശ്വാസികൾക്ക് നേരെ ആക്രമണം കൂടുതൽ ആർച്ച് ബിഷപ്പ് ആശങ്ക അറിയിച്ചു. ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി പ്രത്യാശയുടെ ആ ഒരു അനുഭവമാണ് പ്രദാനം ചെയ്യുന്നത്. നിരാശ നിമിത്തമുള്ള അന്ധകാരമാകാം, ഏകാന്തതയുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും അവഗണനയുടെയും അന്ധകാരമാകാം, ജീവനും സ്വത്തിനും ഭീഷണി നേരിടുന്ന അകാരണമായ രീതിയിൽ ആക്രമിക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. പല കാരണങ്ങളാൽ
കൂരിരുട്ടിൻ്റെ താഴ്വരയിൽ കഴിയുന്നത് പോലുള്ള അന്ധകാരത്തിലായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ പോകുന്നവർക്കാണ് പ്രത്യാശയുടെ വചനം മഹത്തായ പ്രകാശം കാണുന്നതും അവരുടെ മേൽ ഒരു പുതിയ പ്രകാശം ഉദിച്ച് ഉയരുന്നതും. ഈ മഹത്തായ പ്രകാശവും പ്രത്യാശയും അതിന് നിദാനമായി നിൽക്കുന്നത് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു പുത്രൻ നമുക്കായി നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രവചനമാണ്. തിരുവനന്തപുരം പട്ടം സെയിന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് കർദിനാൾ മാർ ക്ലിമിസ് ബാവ നേതൃത്വം നൽകി. ഭയപ്പെടുത്താനും മർദ്ദിക്കാനും അവർക്ക് കഴിയും, എന്നാൽ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണമെന്നും വെറുപ്പുണ്ടാക്കുന്നവരുടെ ഹൃദയത്തിൽ വെളിച്ചം കൊടുക്കാൻ പ്രാർത്ഥിക്കണമെന്നും ക്രിസ്തുമസ് സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. എറണാകുളം അരക്കുന്നം പള്ളിയിലെ തിരുകർമ്മങ്ങൾക്ക് യാക്കോബായ സഭാ അധ്യക്ഷൻ ജോസഫ് പ്രഥമൻ കാതോലിക്ക ബാവ നേതൃത്വം നൽകി. കൊല്ലം ഇടവൺ സെയിന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബെസേലിയോസ് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ കാർമ്മികത്വം വഹിച്ചു. ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിലെ ചടങ്ങുകൾ. കരോൾ സംഘത്തിന് നേരെയുള്ള ആക്രമണം ദൗർഭാഗ്യകരമെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. എറണാകുളം സെയിന്റ് ഫ്രാൻസിസ് അസീസിയിൽ നടന്ന ചടങ്ങുകൾ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ നേതൃത്വം നൽകി. ക്രിസ്തുമസ് രാവിലും രാജ്യത്ത് വിവിധയിടങ്ങളിൽ ആക്രമണം. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ മോളിൽ ക്രിസ്തുമസ് അലങ്കാരങ്ങൾ അടിച്ചു തകർത്തു. 90-ലധികം പേരടങ്ങുന്ന ആൾക്കൂട്ടം വടിയുമായി മാളിലേക്ക് ഇരച്ചുകയറിയാണ് ആക്രമണം നടത്തിയത്. തടയാൻ ശ്രമിച്ച സുരക്ഷാ ജീവനക്കാരെയും സംഘം ഭീഷണിപ്പെടുത്തി. മതപരിവർത്തനം നടത്തുന്നുവെന്നാരോപിച്ച് സർവ്വ ഹിന്ദു സമാജ് എന്ന തീവ്ര ഹിന്ദുത്വ സംഘടനയുടെ ഹർത്താൽ പുരോഗമിക്കുന്നതിനിടെയായിരുന്നു ഇന്നലെ ആക്രമണമുണ്ടായത്. ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ ദേവാലയത്തിന് പുറത്ത് ഹിന്ദുത്വ സംഘടനകൾ ഹനുമാൻ ചാലിസ് ചൊല്ലി. പോലീസ് സംവിധാനത്തിലായിരുന്നു ആലപ്പുഴയിൽ കരോളിനിടയിലുണ്ടായ സംഘർഷത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക്. ചാരുമൂട്ടിൽ 2 ക്ലബ്ബുകളിലെ അംഗങ്ങളാണ് തമ്മിലടിച്ചത്. CPM പ്രവർത്തകരെ ഉൾപ്പെടെ പ്രതിയേർത്ത് വധശ്രമത്തിന് നൂർനാട് പോലീസ് കേസെടുത്തു. രാത്രി 11:30യോടെ നൂർനാട് കളരിമുക്കിലാണ് സംഭവം. യുവാ ക്ലബിന്റെ കരോൾ സംഘത്തിനിടയിലേക്ക് മറ്റൊരു ക്ലബിന്റെ അംഗം ഇരുചക്ര വാഹനം ഓടിച്ചു കയറ്റിയതോടെയാണ് സംഘർഷങ്ങൾക്ക് തുടക്കം. വാഹനം ഓടിച്ചു കയറ്റിയ ലിബർട്ടി ക്ലബ് അംഗം അനിമോനെ ചോദ്യം ചെയ്തതോടെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയായിരുന്നു. യുവാ ക്ലബിൽ നിന്ന് പിരിഞ്ഞുപോയ അംഗങ്ങൾ ചേർന്ന് രൂപീകരിച്ച പുതിയ ക്ലബ്ബാണ് ലിബർട്ടി. ഇരുകൂട്ടരും തമ്മിൽ വാശിയോടെയാണ് പ്രദേശത്ത് പരിപാടികൾ സംഘടിപ്പിച്ചു വന്നിരുന്നത്. അനിമോനെ ചോദ്യം ചെയ്തതോടെ കേസിൽ പ്രതിചേർത്ത ശ്യാംലാൽ അടക്കമുള്ള മറ്റ് ക്ലബ് അംഗങ്ങളെ വിളിച്ചു വരുത്തുകയായിരുന്നു. പിന്നാലെയായിരുന്നു സംഘർഷം. കൈവച്ച് ഇടിച്ചത്, നെഞ്ചത്ത് ഇടിച്ചത്, അത് കഴിഞ്ഞ് ഒന്ന് തോളയിൽ ഇടിച്ചു, അത് കഴിഞ്ഞ് കാലുക്കി ചവിട്ടി. 10ഓളം പേർക്കെതിരെ നൂർനാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പരിക്കേറ്റവരെ നൂർനാട്, കറ്റാനം തുടങ്ങിയിടങ്ങളിലെ സ്വകാര്യ ആശുപത്രികൾ പ്രവേശിപ്പിച്ചു. അടിക്കിടയിൽ ക്ലബ് അംഗങ്ങൾക്ക് തലയ്ക്ക് മുറിവേൽക്കുകയും വിരലുകൾ ഒടിയുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ക്ലബ്ബുകൾ തമ്മിലുള്ള വാശിയാണ് യുവാ ക്ലബിന്റെ കരോൾ സംഘം ലിബർട്ടി ക്ലബിന്റെ പ്രവർത്തന പ്രദേശത്തേക്ക് കടന്നപ്പോൾ പ്രകോപനങ്ങളിലേക്ക് നയിച്ചതെന്ന് പോലീസ് വിലയിരുത്തുന്നു. ക്ലബ്ബുകൾ തമ്മിലുള്ള വാശിയാണ് യുവാ ക്ലബിന്റെ കരോൾ സംഘം ലിബർട്ടി ക്ലബിന്റെ പ്രവർത്തന പ്രദേശത്തേക്ക് കടന്നപ്പോൾ പ്രകോപനങ്ങളിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് വിലയിരുത്തൽ. വധശ്രമം ഉൾപ്പെടെയുള്ള കേസിൽ പ്രതിചേർക്കപ്പെട്ടവരിൽ ക്ലബ്ബ് ഭാരവാഹികളായ CPM DYFI പ്രവർത്തകരും ഉൾപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. പാലക്കാട് കരോൾ സംഘത്തിനെതിരായ ആക്രമണത്തിൽ പ്രതികരിച്ച് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണ്. അത്തരത്തിലൊരു കരോൾ സംഘം പള്ളിയിൽ നിന്ന് പോയിട്ടില്ലെന്നാണ് താൻ മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന ആളുകൾ DYFIയുടെ കരോൾ സംഘം ആണോ എന്ന് സംശയമുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. അങ്ങനെയൊരു കരോൾ സംഘമേ അവിടുത്തെ പള്ളിയിൽ നിന്ന് പോയിട്ടില്ല എന്ന് അവിടുത്തെ ബിഷപ്പ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതിന് DYFIയുടെ കരോൾ സംഘമാണോ എന്ന് എനിക്കറിയില്ല. അറിയില്ല, നോക്കാം, നമുക്ക് അന്വേഷിച്ചു നോക്കാം. നിങ്ങളും അന്വേഷിച്ചു നോക്കും, ഞാനും അന്വേഷിക്കാം. സോണിയാഗാന്ധിയുടെ അടുത്ത് സ്വർണ്ണപ്പാളി കേസ് പ്രതികൾ പോയ സംഭവത്തിൽ പ്രതികരിച്ചു KPCC അധ്യക്ഷൻ.
ചില ആളുകളെ പരിചയപ്പെടുന്നത് അവരുടെ എല്ലാ വിവരവും അറിഞ്ഞിട്ടല്ല. മുഖ്യമന്ത്രിയുടെ തോളത്ത് നിൽക്കുന്ന ചിത്രവും പുറത്തു വന്നല്ലോ എന്നും സണ്ണി ജോസഫ് ചോദിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി SIT. അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ഡി മണിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള ഡി മണിയുടെ യഥാർത്ഥ പേര് ബാലമുരുകനാണെന്ന് SIT സ്ഥിരീകരിച്ചു. 1000 കോടി വിലമതിക്കുന്ന അമൂല്യ വസ്തുക്കൾ കടത്താനുള്ള നീക്കമാണ് സംഘം നടത്തുകയെന്ന വിവരവും പുറത്തുവന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വസ്തുക്കൾ കവർ ചെയ്യാനും സംഘം ലക്ഷ്യമിട്ടിരുന്നു. ഇതിനിടെ പോറ്റിയെ അന്വേഷണ സംഘം വീണ്ടും ജയിലിൽ ചോദ്യം ചെയ്തു. VV വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, ഇത് നിർണായകമായ ഒരു ഘട്ടമാണ്. നമുക്കറിയാം, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വ്യാപ്തിയും വലുതാകുന്നുണ്ട്. ഇപ്പോൾ എന്തൊക്കെ വിവരങ്ങൾ കൂടുതലായി കിട്ടിയിട്ടുണ്ട് SITക്ക്? രഞ്ജിത്ത്, ഒരു നിർണായകമായ നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇടപാടിൽ നിർണായക കണ്ണി എന്ന് കരുതാവുന്ന ഡി മണി, ഡയമണ്ട് മണി എന്നാണ് ഇയാളുടെ പേര്, വജ്രവ്യാപാരിയായിരുന്നു. പിന്നീട് വിഗ്രഹ കള്ളക്കടത്തിലേക്ക് മാറിയെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നേരത്തെ തന്നെ അടുപ്പമുണ്ടായിരുന്നു. ഇവരാണ് ഈ സ്വർണ്ണപ്പാളി ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തന്ന വിവരങ്ങൾ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SIT ഇങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവർക്കൊപ്പം ഇവർക്ക് ഇടയിൽ പ്രവർത്തിച്ച ഒരു ഇടനിലക്കാരൻ ദിണ്ടുകൽ സ്വദേശിയാണ്. അയാളെയും ഇപ്പോൾ വിരുദനഗർ സ്വദേശിയാണ്. ഡി മണി ദിണ്ടുകൽ സ്വദേശിയാണ്. വിരുദനഗർ സ്വദേശിയായ ശ്രീകൃഷ്ണൻ, അങ്ങനെ ഒരാളെ കൂടി ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ട്. ഡി മണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ 1000 കോടി രൂപയുടെ ഇടപാട് നടത്താനുള്ള നീക്കം നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇതിനകം 500 കോടി രൂപയുടെ ഇടപാട് നടത്തി. ഒരു ഉന്നത രാഷ്ട്രീയ നേതാവ് ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന വിവരം വരുന്നുണ്ട്. രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ SITക്ക് മൊഴി നൽകിയിരുന്നു. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്, വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട് മറ്റൊരു വ്യവസായിക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയാം, അദ്ദേഹം തന്നോട് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി എന്ന ഒരു മൊഴി SITക്ക് രമേശ് ചെന്നിത്തല നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വ്യവസായിയിൽ നിന്ന് SIT നേരത്തെ മൊഴി രേഖപ്പെടുത്തി. ഇതിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. ആകെ 1000 കോടിയുടെ ഇടപാടിനാണ് ശ്രമിച്ചത്. ഇതിൽ ശബരിമലയ്ക്ക് പുറമെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ കൂടി പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം നടന്നു എന്ന കാര്യമാണ് പുറത്തു വരുന്നത്. ഇതിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നേരത്തെ തന്നെ അവിടെ നിന്ന് ചില വസ്തുക്കൾ പുറത്തു പോയതായി MG ശശിഭൂഷൺ ഉൾപ്പെടെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അവിടുത്തെ ഈ സമിതിയിലൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയുമാണ്. നിലവറയിൽ ഉണ്ടായിരുന്ന ചില വസ്തുക്കൾ ഗ്രീൻ ചാനൽ വഴി നഷ്ടമായി എന്ന കാര്യം അദ്ദേഹവും സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് വ്യാപകമായ തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത്. ശബരിമലയിൽ മാത്രമല്ല, പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ നിന്ന് വിഗ്രഹങ്ങളോ പഞ്ചലോഹ വിഗ്രഹങ്ങളോ അമൂല്യമായ വസ്തുക്കളോ ഉൾപ്പെടെ പുറത്തേക്ക് പോയി ഇത് വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തി എന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത്. ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ജയിലിലെത്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അടുത്ത ദിവസം നേരത്തെ ദേവസ്വം ബോർഡ് മെമ്പർമാരായിരുന്നവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി SIT വിളിപ്പിച്ചിട്ടുണ്ട്. അതാണ് സാഹചര്യം. ഏതായാലും അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നുവെന്നാണ് വിനോദ് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. നിജിൻ ജസ്റ്റിൻ തൃശൂർ മേയറാകും. കിഴക്കുംപാട്ടും കരയിൽ നിന്നുള്ള കൗൺസിലറും DCC വൈസ് പ്രസിഡന്റുമാണ് നിജിൻ ജസ്റ്റിൻ. A പ്രസാദ് ഡെപ്യൂട്ടി മേയറാകും. പാർട്ടിയുടെയും കൗൺസിലർമാരുടെയും അഭിപ്രായം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പ്രതികരിച്ചു. ടേം വ്യവസ്ഥ സംബന്ധിച്ച് പിന്നീട് തീരുമാനം അറിയിക്കുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭാ മേയർ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മേയർ സ്ഥാനാർത്ഥിയെ ഉചിതമായ സമയത്ത് പ്രഖ്യാപിക്കുമെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ. ഇക്കാര്യത്തിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷനാണ് ചുമതല. മേയർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരാളുണ്ടാകുമെന്നും ആർക്കും ആശങ്ക വേണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. സംസ്ഥാന അധ്യക്ഷൻ ഇതെല്ലാം ചുമതല അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹം ഉചിതമായിട്ടുള്ള ഒരു നടപടി ഈ കാര്യത്തിൽ വേണ്ട സമയത്ത് കൈക്കൊള്ളും. നാളെ നിങ്ങൾക്കൊരു സംശയവും വേണ്ട, നാളെ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശങ്കയല്ലേ നിങ്ങൾക്കുള്ളത്? ആ ആശങ്ക വേണ്ട. വൈകിട്ടില്ലല്ലോ, നാളെയല്ലേ തെരഞ്ഞെടുപ്പ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞയിലെ ചട്ടലംഘനം ആരോപിച്ച് ഹൈക്കോടതിയെ സമീപിക്കാൻ CPM. നാളെ മേയർ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് നീക്കം. കാവിലമ്മയുടെയും ബലിദാനികളുടെയും അയ്യപ്പന്റെയും പേരിൽ സത്യപ്രതിജ്ഞ ചൊല്ലിയ കോൺഗ്രസ് BJP കൗൺസിലർമാരായ 20 പേരെ മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കരുതെന്നാണ് ആവശ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് CPM ജില്ലാ സെക്രട്ടറി V ജോയിയും പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപക്കും പരാതി നൽകിയിട്ടുണ്ട്. VV അരുണിന്റെ റിപ്പോർട്ട്.
ഗുരുദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിർവഹിക്കുന്നതിന് ശ്രീ പത്മനാഭനാമത്തിൽ സത്യപ്രതിജ്ഞ നിർവഹിക്കുമെന്ന് കാവിലമ്മയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ പത്മനാഭസ്വാമിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിർവഹിക്കുമെന്നും ഭാരതാംബയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സ്വാമി ശരണമയ്യപ്പ. ദൈവനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ വേണം സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിക്കേണ്ടത്. പക്ഷേ കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത 20 പേർ, അത് BJP 20 പേരും കോൺഗ്രസിലെ ചില കൗൺസിലർമാരും അതിനു പകരം മറ്റു പേരുകളിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് എന്ന ആരോപണമാണ് ഉയർന്നു വന്നത്. ആരോപണം മാത്രമല്ല, അത് ആ രീതി സത്യപ്രതിജ്ഞ നടന്നിട്ടുമുണ്ട്. അതായത് ഗുരുദേവ നാമത്തിലും ഉദയന്നൂർ ദേവിയുടെ നാമത്തിലും കാവിലമ്മയുടെ നാമത്തിലും പത്മനാഭസ്വാമി സ്വാമിയുടെയും ഭാരതാംബയുടെയും ബലിദാനികളുടെയും ഒക്കെ പേരിൽ തിരുവല്ലം പരശുരാമൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത കൗൺസിലറുണ്ട്. ആറ്റുകാലമ്മയുടെ പേരിലുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തെയും ക്ഷേത്രങ്ങളുടെയും അതുപോലെ അവിടുത്തെ ദൈവങ്ങളുടെയും ഒക്കെ പേരിൽ നടന്ന സത്യപ്രതിജ്ഞയുണ്ട്. നേതാക്കളുടെ പേരിൽ സത്യപ്രതിജ്ഞ നടന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞയുണ്ട്. ഇതെല്ലാം ചട്ടലംഘനമെന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില കോടതി വിധികളും ഇത്തരത്തിലുള്ള സത്യപ്രതിജ്ഞകൾ പാടില്ല എന്ന് വ്യക്തമാകുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ CPM തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ജില്ലാ കളക്ടറെയും സമീപിച്ചിരിക്കുന്നത്. ഇങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്തവരുടെ സത്യപ്രതിജ്ഞ റദ്ദ് ചെയ്യണമെന്നാണ് CPMൻ്റെ ആവശ്യം. അവർ വളരെ കൃത്യമായിട്ട് ഇതിനകത്തൊരു സ്പെസിഫൈഡ് ഫോർമാറ്റ് അതിനകത്ത് ഉണ്ട്. ആ ഫോർമാറ്റിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ നടത്തുന്നതൊന്നും നിയമപരമായി നിലനിൽക്കുന്നതല്ല. അപ്പം അതുകൊണ്ട് ഈ ഗൗരവമായിട്ടുള്ള നിയമലംഘനത്തെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നിലവിലുള്ള എല്ലാ ചട്ടങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് അവർ ഈ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. നാളെയാണ് മേയർ തെരഞ്ഞെടുപ്പ്. മേയർ തെരഞ്ഞെടുപ്പിൽ ഇവരെ പങ്കെടുപ്പിക്കരുതെന്ന ആവശ്യമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. നാളെ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനും CPM ആലോചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രാവിലെ 10:30 മേയർ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോടതി ഇടപെടൽ ഉണ്ടാക്കാനാണ് ശ്രമം. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഈ 20 കൗൺസിലർമാർ, BJPയുടെ 20 പേരുണ്ട്, അതിന് പുറത്ത് 2 UDF കൗൺസിലർമാരുമുണ്ട്. ഇവർക്ക് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യം കോടതി ഇടപെട്ടാൽ ഉണ്ടാകും. അത്തരമൊരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ CPM നടത്തുന്നത്. എന്നാൽ ഇതിനോട് കാര്യമായ പ്രതികരണത്തിന് കോൺഗ്രസ് BJP നേതൃത്വങ്ങൾ തയ്യാറായിട്ടില്ല. കോടതി തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടും നിർണായകമാകും. ഏതായാലും വളരെ ശക്തമായ ഒരു മത്സരം നാളെ നഗരസഭാ മേയർ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. CPMും കോൺഗ്രസും അവർക്ക് വിജയിക്കാൻ ആവശ്യമായ വോട്ടുകളില്ലെങ്കിലും മത്സര രംഗത്തുണ്ട്. പ്രധാനപ്പെട്ട RP ശിവജി CPMന് വേണ്ടിയും K ശബരിനാഥൻ കോൺഗ്രസിന് വേണ്ടിയും മത്സരിക്കുന്നുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥിയും വൈകാതെ പ്രഖ്യാപിക്കും. അതിനിടയിലാണ് ഇത്തരമൊരു കുരുക്ക് ഈ BJP കൗൺസിലർമാർക്ക് BJPയുടെ നേതൃത്വത്തിന് ഉണ്ടാകുന്നത്. കർണാടകയിലെ ചിത്രദുർഗയിൽ ബസ്സിന് തീപിടിച്ച് 5 പേർക്ക് ദാരുണാന്ത്യം. കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിച്ചതിന് പിന്നാലെയാണ് ബസ്സിന് തീപിടിച്ചത്. 20-ലധികം പേർക്ക് പൊള്ളലേറ്റു. ചിത്രദുർഗ ജില്ലയിലെ ഹിറയൂരിൽ പുലർച്ചെ 3 മണിയോടെയാണ് അപകടം. നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡർ മറികടന്ന് ബംഗളൂരുവിൽ നിന്ന് ശിവമോഗയിലേക്ക് വരികയായിരുന്ന സീബേർഡ് എന്ന സ്ലീപ്പർ ബസ്സിൽ ഇടിച്ചു കയറുകയായിരുന്നു. മരിച്ചവരിൽ ഒരാൾ കണ്ടെയ്നർ ഡ്രൈവറാണ്. പൊള്ളലേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് വാടാനാംകുറിശ്ശിയിൽ KSRTC ബസ് ബൈക്കിലിടിച്ച് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. വാടാനാംകുറിശ്ശി പൊയിലൂർ സ്വദേശി ആനന്ദനാണ് മരിച്ചത്. 41 വയസ്സായിരുന്നു. അപകടത്തിൽ കൂടെയുണ്ടായിരുന്ന മകൻ ദേവാനന്ദിന് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാത്രിയാണ് കുളപ്പുള്ളി IPT കോളേജിന് സമീപം അപകടമുണ്ടായത്. കാസർഗോഡ് മാലോത്ത് ബൈക്ക് അപകടത്തിൽപ്പെട്ട യുവാവിന് ദാരുണാന്ത്യം. ക്രിസ്മസ് കരോളിന് പിന്നാലെയാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ സുഹൃത്തിനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാലോത്തെ ബിന്ദുകുമാർ ലതാ ദമ്പതികളുടെ മകൻ മിഥുൽ രാജാണ് മരിച്ചത്. കരോളിൽ പങ്കെടുത്ത ശേഷം മാലോത്തേക്ക് വരികയായിരുന്നു മിഥുൽ രാജും സുഹൃത്തും. ബൈക്ക് റോഡരികിലെ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചാണ് അപകടം. ക്രിസ്മസ് ആഘോഷത്തിന് പള്ളിയിൽ പോയിരുന്ന കുടുംബത്തിൻ്റെ വീട്ടിൽ വൻ കവർച്ച. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 60-ലധികം പവനാണ് കവർന്നത്. കട്ടക്കോട് കൊറ്റംകുഴി തൊഴുക്കൽ കോണം ഷൈൻകുമാറിൻ്റെ വീട്ടിലാണ് ഇന്നലെ വൈകുന്നേരം 6-നും രാത്രി 9-നും ഇടയിൽ മോഷണമുണ്ടായത്. വീട്ടുകാർ ഈ സമയം സമീപത്തെ പള്ളിയിൽ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുകയായിരുന്നു. 9 മണിയോടെ ഷൈൻകുമാറിൻ്റെ ഭാര്യ അനുഭ മടങ്ങിയെത്തിയപ്പോഴാണ് വീടിൻ്റെ മുൻവശത്ത് തന്നെ ഇടതുവശത്തായി മറ്റൊരു വാതിൽ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് പൊളിച്ചാണ് കള്ളനകത്ത് കയറിയത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത്.
അടിമാലി വെള്ളത്തൂവലിന് സമീപം വീടിന് തീപിടിച്ച് ഒരാൾക്ക് ദാരുണാന്ത്യം. വെള്ളത്തൂവൽ സ്വദേശി വിക്രമൻ എന്ന് വിളിക്കുന്ന റജികുമാറിന്റെ വീടാണ് കത്തിനശിച്ചത്. മരിച്ചത് ആരെന്ന കാര്യത്തിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തത വരുത്താൻ സാധിക്കൂവെന്ന് പോലീസ് അറിയിച്ചു. മരിച്ചത് വിക്രമന്റെ ബന്ധുവാണോ എന്ന കാര്യത്തിൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. കോതമംഗലം കോട്ടപ്പടിയിൽ വനപാലകർക്ക് നേരെ കാട്ടാന ആക്രമണം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്തുന്നതിനിടയിലാണ് വനപാലകർക്ക് നേരെ ആനകൾ പാഞ്ഞെടുത്തത്. കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലിയിൽ ഇന്നലെ രാത്രി 9 മണിയോടെയാണ് സംഭവം. രാത്രി വൈകിയും നാട്ടിൽ തമ്പടിച്ച ആനകളെ കോടനാട് RRT സംഘം തുരത്തുന്നതിനിടയിൽ 3 ആനകളാണ് ഇവരുടെ വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തത്. വാഹനം 100 മീറ്ററോളം പുറകോട്ടെടുത്താണ് രക്ഷപ്പെട്ടത്. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് കൂടുകയാണ്. 1 മണിവരെ 50,000 പേർ ദർശനം നടത്തി. ഇന്നലെ 1,04,216 പേരാണ് മല കയറിയത്. നാളെ ശബരിമല സന്നിധാനത്ത് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. തങ്കയങ്കി ഘോഷയാത്ര നിലയ്ക്കൽ പിന്നിടുന്നത് മുതൽ ശബരിമലയിലേക്ക് തീർത്ഥാടകർക്ക് നിയന്ത്രണമുണ്ടാകും. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. ശബരിമലയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ 1 ലക്ഷം കഴിഞ്ഞ ഭക്തജന തിരക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതായത് മണ്ഡല പൂജ മറ്റന്നാൾ നടക്കാനിരിക്കെ ശബരിമല സന്നിധാനം വലിയ തിരക്കിൽ തന്നെ തുടരുകയാണ്. ഇന്നലെ ഏതാണ്ട് 1,04,000-ൽ പരം ഭക്തരാണ് ശബരിമല സന്നിധാനത്ത് ദർശനത്തിനെത്തിയത്. തിങ്കളാഴ്ച 1,05,000 പേരെത്തി. അതിനിടയ്ക്കുള്ള ദിവസം ഏതാണ്ട് 96,000-ൽ പരം ഭക്തർ. ഏതാണ്ട് ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ 1 ലക്ഷം ഭക്തരോളം ഈ 3 ദിവസങ്ങളിലും എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നാളെയാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ശബരിമല സന്നിധാനത്ത് നടക്കുന്നത്. ഭക്തരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇവിടേക്കുള്ള യാത്രകളിലടക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. രാവിലെ 9 മണിക്ക് ശേഷം നിലയ്ക്കൽ നിന്ന് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. അതായത് തങ്കയങ്കി ഘോഷയാത്ര കടന്നു പോയ ശേഷമേ കടത്തിവിടുകയുള്ളൂ. തങ്കയങ്കി ഘോഷയാത്രയും ഭക്തരും ഒരുമിച്ച് ഈ ശരണപാതയിൽ വരുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. പമ്പയിൽ നിന്ന് 10 മണിക്ക് ശേഷം ഭക്തരെ കടത്തിവിടില്ല. ഏതാണ്ട് അതായത് നാളെ 30,000 ആളുകൾക്ക് മാത്രമാണ് ദർശനം ഉള്ളത്. അതിൽ 2,000 സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ ആകെ 32,000 ഭക്തർ. ഇപ്പുറത്തെ പുല്ലുമേട് വഴി 1000 ഭക്തർ എന്നത് കർശനമായി നിയന്ത്രിക്കുകയാണ്. അതുകൊണ്ട് അതുവഴി വരുന്ന ഭക്തർ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു തൊട്ടടുത്ത ദിവസത്തേക്കൊക്കെ യാത്ര മാറ്റിവെക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ നാളെയും മറ്റന്നാളുമൊക്കെ മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട തിരക്കുള്ളതിനാൽ തന്നെ അവിടെ ഭക്തരുടെ എണ്ണം കൂടിയാൽ അത് പിന്നീട് ദർശനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമായിരിക്കും ഭക്തർക്ക് ഉണ്ടാകുക. പലരെയും തൊട്ടടുത്ത ദിവസങ്ങളിലേക്കൊക്കെ അവരുടെ യാത്ര നീക്കിവെക്കുന്ന സ്ഥിതി ഉണ്ടാകേണ്ടി വരുന്നുണ്ട്. എന്തായാലും കടുത്ത നിയന്ത്രണങ്ങൾ സന്നിധാനം തുടർന്നും മറ്റന്നാൾ ഉച്ചയ്ക്ക് ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് മണ്ഡല പൂജ സന്നിധാനത്ത് നടക്കുക. എന്തായാലും വലിയ നിയന്ത്രണങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണമൊക്കെ ക്രമപ്പെടുത്തിയുള്ള വലിയ ഒരുക്കങ്ങളാണ് സന്നിധാനത്ത് തുടരുന്നത്. സന്നിധാനത്തെ ഭക്തിയിൽ ആറാടിച്ച് പോലീസിന്റെ കർപ്പൂരാഴി. ഇന്നലെ ദീപാരാധനയ്ക്ക് ശേഷമാണ് കർപ്പൂരാഴി നടന്നത്. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ, ADGP S ശ്രീജിത്ത് തുടങ്ങി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. ദീപാരാധനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് സന്നിധാനത്ത് നിന്ന് ആരംഭിച്ച് മാളികപ്പുറം വഴി 18ാം പടിയിൽ അവസാനിക്കുന്ന രീതിയിൽ കർപ്പൂരാഴി നടന്നത്. മൂന്നാറിൽ വനംവകുപ്പിനെ പ്രതിസന്ധിയിലാക്കി നവമാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം. ഏതാനും ദിവസം മുൻപ് മാട്ടുപട്ടിയിൽ കടുവയിറങ്ങിയെന്നായിരുന്നു വ്യാജ പ്രചാരണമെങ്കിൽ ഇപ്പോൾ ഒരു നാടിനെയാകെ ഭീതിയിലാഴ്ത്തി പഴയ മൂന്നാറിൽ കരടി ഇറങ്ങിയെന്നാണ് പ്രചാരണം. വനംവകുപ്പിന്റെ അന്വേഷണത്തിൽ പ്രചരിപ്പിച്ച ചിത്രം AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തി. പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വനംവകുപ്പ് മൂന്നാർ പോലീസിൽ പരാതിയും നൽകി. മൂന്നാർ മേഖലയിലെ വിവിധയിടങ്ങളിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായി വരുന്ന സാഹചര്യത്തിൽ വനംവകുപ്പ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിന് വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. വനംവകുപ്പിനെതിരെ പ്രതിഷേധവും ഉയരുന്ന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന വ്യാജ പ്രചാരണം ഉദ്യോഗസ്ഥർക്ക് ഇരുട്ടടിയായി മാറുകയാണ്.
കഴിഞ്ഞ ദിവസം പഴയ മൂന്നാർ വർക്ക്ഷോപ്പ് ക്ലബിന് സമീപം കരടി ഇറങ്ങിയെന്ന തരത്തിൽ ചിത്രങ്ങൾ പ്രചരിച്ചിരുന്നു. വിവരമറിഞ്ഞ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രിയിലെത്തി പരിശോധനയും നടത്തി. പിന്നീട് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കരടിയുടെ ചിത്രം വ്യാജമായി നിർമ്മിച്ച് പ്രചരിപ്പിച്ചതാണെന്ന് വ്യക്തമായത്. ഇതോടെ വനം വകുപ്പ് വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മൂന്നാർ പോലീസിൽ പരാതി നൽകി. ഇത്തരം വ്യാജ പ്രചാരണം വനം വകുപ്പിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതിനൊപ്പം ജനങ്ങൾക്കിടയിൽ ഭീതിയും ആശങ്കയും വർദ്ധിപ്പിക്കുന്നു. നമ്മൾ ക്രിയേഷൻ ആയിട്ടാണ് മനസ്സിലാകുന്നത്. ഇപ്പം നിരന്തരമായിട്ട് ഇത് ആവർത്തിക്കപ്പെടുകയാണ്. ജനങ്ങൾ ഇപ്പം വലിയ പരിഭ്രാന്തിയൊക്കെ ഉണ്ടാകുന്നു. ഞങ്ങളുടെ ജോലിഭാരം കൂടുന്നു. അപ്പം ഇത്തവണ നമ്മൾ നിയമ നടപടി സ്വീകരിക്കും, കർശനമായ നടപടി സ്വീകരിക്കും. ഇവിടെ പ്രചരിപ്പിച്ച ഏതാനും ആൾക്കാരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. അപ്പം നമ്മൾ അതിന്റെ തുടർ നടപടി ഉറപ്പായിട്ട് സ്വീകരിക്കും. കുറേ ആളുകളുടെ പേര് കിട്ടിയിട്ടുണ്ട്. ആ പേര് നമ്മൾ പോലീസിലേക്ക് കൈമാറും. ഇന്ന ആളുകളാണ് ഇത് പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കെതിരെ തുടർ നടപടി പോലീസ് ആയിരിക്കുമല്ലോ സ്വീകരിക്കും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാട്ടുപ്പെട്ടിയിൽ കടുവ ഇറങ്ങിയെന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. ഇതാകട്ടെ കേരളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നുമില്ല. ന്യൂസ് 18 ഇടുക്കി. BJPയുടെ ആഘോഷങ്ങളിൽ സ്ഥിരം കാഴ്ചയായി R. ശ്രീലേഖയുടെ നൃത്തം. താളം കേട്ടാൽ ആടിപ്പോകുമെന്ന് ശ്രീലേഖ പറയുന്നു. നൃത്തത്തോടും സംഗീതത്തോടുമുള്ള താല്പര്യം തുറന്നു പറയുകയാണ് മുൻ DGP. തിരുവനന്തപുരത്ത് BJPയുടെ ആഘോഷങ്ങളിലൊക്കെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നിത്യമായി കാണാൻ കഴിയുന്ന കാഴ്ചയാണ് R. ശ്രീലേഖയുടെ, BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷ കൂടിയായ മുൻ DGP R. ശ്രീലേഖയുടെ ഒരു ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ. എന്താണ് ഈ നൃത്തവുമായിട്ട് പണ്ടേ താല്പര്യമുള്ള താളാത്മകമായ നൃത്തമാണ് പലയിടത്തും. BJP ജയിച്ച ദിവസം ഇവിടെ റിസൾട്ട് വന്ന ദിവസം കൊടിയുമായൊക്കെ ഒരു നൃത്തം ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് ഈ പ്രചരണ പരിപാടികളിലൊക്കെ. എന്താണ് ഈ നൃത്തവുമായിട്ടുള്ള ബന്ധം? എന്താണ്? മ്യൂസിക്കുമായിട്ടുള്ള ബന്ധം തന്നെയാണ്. ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ പാട്ട് ആസ്വദിക്കുന്ന അനുസരിച്ച് നമ്മുടെ ശരീരം അനങ്ങും. ഏത് പാട്ടാണെങ്കിലും, ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക് ആണെങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെ അനങ്ങും, നമ്മുടെ തല ചിലപ്പോൾ ആടും. അതുപോലെ മ്യൂസിക്കിന്റെ ഇതുപോലെയുള്ള ഫാസ്റ്റ് ബീറ്റ് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ ശരീരം അനങ്ങും. ഇത് തന്നെ പ്രകൃതിയുടെ തന്നെ നിയമമാണ്. ഇത് പ്രകൃതി അങ്ങനെയാണ്. നല്ലൊരു കാറ്റ് വരുമ്പോൾ ഇലകൾ ആടുന്നത് പോലെ ഒരു നല്ല ഒച്ച കേൾക്കുമ്പോൾ, നല്ല ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ശരീരം അറിയാതെ ആടുകയാണ്. അപ്പൊ അങ്ങനെ അങ്ങ് ആടിപ്പോയതാണ്. പഠനകാലത്തൊക്കെ നൃത്തത്തിലും പാട്ടിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു? കാരണം യൂണിഫോമിലാണല്ലോ നമ്മളെ കണ്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ചെറുപ്പം തൊട്ട് ഞാൻ ഡാൻസ് പഠിക്കുമായിരുന്നു. ഡാൻസിൽ 5 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ ഒരു ഡാൻസ് ടീച്ചർ വന്ന് എന്നെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പുരുഷ വേഷങ്ങളാണ് കിട്ടിയിരുന്നത്. ശിവതാണ്ഡവം, കർഷക ഡാൻസ്, ആണുങ്ങളുടെ റോളാണ് പലപ്പോഴും കിട്ടിയിരുന്നത്. സ്ത്രീകൾ എൻ്റെ ആ ശരീരവും നിറവും ഒക്കെ കൊണ്ട് ആണുങ്ങളുടെ വേഷമാണ് കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രൈണമായിട്ടുള്ള ഒരു ലാസ്യ ഡാൻസ് എനിക്ക് പറ്റത്തില്ല. കൂടുതലും ഒരു യൂണിഫോം ആകുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാനും പറ്റില്ല. അങ്ങനെ അവസരം ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും സർവീസ് കാലയളവിൽ, എപ്പോഴെങ്കിലും ഗെറ്റുകളിലും ഒക്കെ? തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങളുടെ തീർച്ചയായിട്ടും ഉണ്ട്. അക്കാഡമിയിൽ വെച്ചിട്ടുമുണ്ട്. അല്ലാതെ നമ്മുടെ ഈ പാർട്ടികളൊക്കെ വരുമ്പോൾ വിമൻ പോലീസിന്റെ കോൺഫറൻസുകളുണ്ട്. എല്ലാ ആനുവൽ കോൺഫറൻസ്, ബൈ ആനുവൽ കോൺഫറൻസ് ഉണ്ട്. അപ്പോൾ ആ കോൺഫറൻസുകളിൽ പാർട്ടി ഫൈനൽ ഡേയിലൊക്കെ പാർട്ടി കഴിഞ്ഞിട്ട് നമ്മളൊരു എല്ലാവരും കൂടെ ചേർന്ന് ലേഡീസ് ഡാൻസ് കളിക്കാറുണ്ട്. ഇവിടെ തന്നെ പിന്നെ ലേഡീസിന്റെ IAS, IPS, IAS എല്ലാ സെൻട്രൽ സർവീസ് ഓഫീസേഴ്സിന്റെ കൂട്ടായ്മയുണ്ട്. ഞങ്ങളുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അവരുടെ തന്നെ ഒരു പരിപാടി നടക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഡാൻഡിയ കളിച്ചിട്ടുണ്ട്. വേറെ ഒരുപാട് ഡാൻസുകൾ എല്ലാ സീസൺ വരുമ്പോഴും ഡാൻസ് കളിക്കാറുണ്ട്, ആഘോഷിക്കാറുണ്ട്, കളിക്കുന്നതാണ്. ഏതായാലും അതിപ്പോൾ ജനങ്ങൾ കൂടി കാണാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് യൂണിഫോം മാറി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ജനങ്ങൾ കൂടി അത് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ജനങ്ങൾക്ക് കാണാൻ വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല, നമ്മളങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോകുന്നതാണ്. ക്യാമറ ഉണ്ടോയെന്നൊന്നും ശ്രദ്ധിച്ചല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പം നല്ല പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ ശരീരം അനങ്ങും. നിങ്ങളൊക്കെ പുറകെ നടന്ന വീഡിയോ ക്യാമറ ഉണ്ടാ കൊടിയും കൊണ്ടൊരു സ്റ്റെപ്പുണ്ട് ഈ റിസൾട്ട് കഴിഞ്ഞ് ഇവിടെ കയറി വരുമ്പോൾ. അതെ അതെ, അത് എന്റെ കയ്യിലൊരു നല്ലൊരു ബീറ്റ് ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ ഒരാളൊരു കൊടി കൊണ്ടു തന്നു. അകത്തിങ്ങനെ പത്രസമ്മേളനം നടക്കുന്നു, എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതൊക്കെ ഞാൻ മറന്നുപോയി. ഞാൻ കൊടിയും പിടിച്ചുകൊണ്ടായതിനോടത്ത് ചേർന്ന് അങ്ങ് ജയിച്ചങ്ങ് പോയി. പിന്നെ വന്ന് വിളിക്കുമ്പോഴാണ് അറിയുന്നത് ഓ ഇവിടെ ഇതുണ്ടല്ലോ. അത് എനിക്ക് തോന്നുന്നത് ഒരു നാച്ചുറലായിട്ട് അങ്ങ് വരുന്നതാണ്. അതാണ് നൃത്തത്തോടുള്ള ഇഷ്ടമല്ലെങ്കിൽ അതെങ്ങനെയാണത് വളരെ കൃത്യമായി തന്നെ ആശയിലേക്ക് വിശദീകരിക്കുക. നമ്മുടെ പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് അവർ വൈകാതെ വരുമെന്ന സൂചനകൾ കൂടി വരുമ്പോഴാണ് അവരുടെ ഈ നൃത്തത്തോടും സംഗീതത്തോടും ഒക്കെയുള്ള താല്പര്യം വെളിപ്പെടുത്തുന്നത്. കേരള ഫോക്ലോർ അക്കാദമിയുടെ യുവപ്രതിഭാ പുരസ്കാരം പത്തനംതിട്ട പ്രമാടം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും നാടൻപാട്ട് കലാകാരനുമായ N. നവനീതിന് നാടൻപാട്ടിൻ്റെയും നാടൻ കലകളുടെയും പ്രചാരണത്തിന് നൽകിയ സംഭാവനകൾക്ക് ആണ് പുരസ്കാരം. 22 വർഷമായി നാടൻപാട്ട് രംഗത്ത് സജീവമാണ് നവനീത്. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.